നമുക്കടിക്കാനുള്ളത് പ്രപഞ്ചത്തിന്റെ സ്നേഹമാണ്. ഈ പ്രപഞ്ചത്തിന്റെ കല്ലും മുള്ളും മൂർഖം പാമ്പും ഓറ് സൗറിൽ വന്ന മൂർഖം പാമ്പും അള്ളാന്റെ ഹബീബിനെ അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കച്ചവടത്തിന് വേണ്ടി ഖദീജയുടെ കച്ചവട സാധനങ്ങൾ കൊണ്ടുപോയപ്പോൾ ഒരടിമയെ ഏൽപ്പിച്ചിരുന്നു ഖദീജ. മുഹമ്മദിനെ കുറിച്ച് പഠിച്ചു കൊണ്ടുവരാൻ നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഖദീജയോട് വന്നിട്ട് ആ പെണ്ണ് പറയുന്നു, അല്ലയോ ഖദീജ, വലിയ വെയിലുള്ള സമയത്ത് മുഹമ്മദ് നടന്നു പോയാൽ വെയിലടിക്കാറില്ല, മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു ഖദീജ. പ്രപഞ്ചം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ ഒന്നാമത്തെ ഉദാഹരണം അതാണെങ്കിൽ പിന്നെയോ ഇന്നീ ലഅരിഫു ഹജറാ യുസല്ലിമു അലയ്യ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പും എന്നോട് സലാം പറഞ്ഞിരുന്ന ഒരു കല്ലിനെ എനിക്ക് നല്ലോലെ അറിയാം. ഇപ്പോഴും ഇപ്പോഴും ആ കല്ലിനെ എനിക്കറിയാം നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ പറയുന്നില്ലേ, 40 വയസ്സുവരെ മദീനയിൽ ജീവിച്ച, മക്കയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണ് മുഹമ്മദ് എന്ന മൈമാക്ക എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ആലോചിച്ച്, സാധാരണ അറബി പയ്യനല്ല, കല്ല് സലാം പറഞ്ഞു അള്ളാന്റെ ഹബീബിനോട്. അതിനെ എനിക്ക് ഇപ്പോഴും അറിയാം നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പോഴും എനിക്കറിയാമെന്ന് നുബുവത്തിന് ശേഷം നബിതങ്ങൾ പറയാ. ഇതൊന്നും പോരാതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ 3 സമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പ്രപഞ്ചവും പടച്ചവനും സ്നേഹിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആരാ പറയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു വരുന്ന കവാടം അലിയാണെന്ന് ലോകത്ത് പറഞ്ഞ അലിയാർ തങ്ങൾ പറയുന്നു. ഒന്നെപ്പോഴെന്നറിയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോയപ്പോൾ ചുരുക്കി പറയാൻ വഴിയിൽ വെച്ച് എനിക്ക് ദാഹിച്ചു വലഞ്ഞപ്പോൾ മുത്തുനബിയോട് ഞാൻ ചോദിച്ചു, വെള്ളമുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വെള്ളം ഒന്നും കയ്യിൽ കരുതിയിട്ടില്ലല്ലോ അലിയെ. അല്ലാഹുവിന്റെ ഹബീബിനോട് അലി പറഞ്ഞു, ദാഹിക്കുന്നു നബിയെ, ദാഹിക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയെ, ആ കാണുന്ന പാറക്കെട്ട് കണ്ടോ? ആ പാറയോട് പോയിട്ട് പറയൂ, മുഹമ്മദ് നബി പറഞ്ഞിരിക്കുകയാ, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം തരണമെന്ന് പറയൂ. അലി റളിയല്ലാഹു അൻഹുവിന് ആശ്ചര്യമായി. ഉടനെ ഓടിച്ചെന്നു പാറയോട് മുഹമ്മദ് നബി വെള്ളം തരാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ആ പാറക്കെട്ട് അലിയാര് തങ്ങളോട് ആദ്യമായി പാറ സംസാരിച്ച ചരിത്രം പറയുന്നു. ആ പാറക്കെട്ട് അലിയാര് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? കരഞ്ഞ് 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 കണ്ണുനീര് വറ്റിപ്പോയത് കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങളുടെ ഉള്ളിലില്ല. ഞങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കരഞ്ഞതെന്തിനാ? ആ സമയത്താണ് പാറക്കല്ല് പറഞ്ഞത്, അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, സത്യനിഷേധികളെ, ധിക്കാരികളെ, തെമ്മാടികളെ, താന്തോന്നികളെ, നിസ്കാരം മറന്നുകൊണ്ട് ജീവിക്കുന്നവര്, തലമറക്കാർ ഓഡിറ്റോറിയത്തിൽ പോയി ഔറത്ത് കാണിക്കുന്നവര്, റഹ്മാനായ റബ്ബ് കിടത്തുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ വിറകുകൾ 2 ഖുർആൻ പറഞ്ഞു. അന്നാസു വൽ ഹിജാറ, അന്നാസു വൽ ഹിജാറ. അത് മനുഷ്യരും കല്ലുകളുമാണ്. എന്നാൽ ആ മനുഷ്യരുടെ കൂടെ കല്ലുകളായ ഞങ്ങളും നരകത്തിന്റെ വിറകായി വലിച്ചെറിയപ്പെടുന്നത് കൊണ്ട് അത് ഓർത്തിട്ട് കരയുകയാ. ഈ രംഗം കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് അലി ഹൈദറുൽ കറാർ
റളിയല്ലാഹു തആല പറയുകയാണ്, രണ്ടാമത് ആ യാത്ര തന്നെ മുന്നോട്ട് പോകുമ്പോ ജൂതനായ വലിയ ഒരു മനുഷ്യൻ വരുന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുമോ, നീ ഇസ്ലാം മതം സ്വീകരിക്കുമോ? അയാൾ ചോദിച്ചു, ആരാ മുഹമ്മദ്? അല്ലാഹുവിന്റെ ഹബീബ് നിറപുഞ്ചിരിയോടെ പറയുന്നു, അന മുഹമ്മദ്, ഞാനാണ് മുഹമ്മദ്, നീ വിശ്വസിക്കുമോ? അയാളതാ ദൂരേക്ക് നിൽക്കുന്ന ഒരു ഇലന്ത മരത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, ആ ഇലന്ത മരമുണ്ടല്ലോ മുഹമ്മദേ, നിന്റെ മുന്നില് നടന്ന് 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 വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം മുഹമ്മദേ. അല്ലാഹുവിന്റെ ഹബീബ് വിരൽ ചൂണ്ടുന്നു, ഇലന്ത മരത്തിനെ കയ്യാട്ടി വിളിക്കുന്നു. ആഴമുള്ള വേരുകളതാ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ആഴമുള്ള ഇലന്ത മരത്തിന്റെ വേരുകളിതാ മണ്ണിളകി മാറുന്നു. സുബ്ഹാനല്ലാഹ്. വൃക്ഷം ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. ലോകം കണ്ട് ഞെട്ടിപ്പോര ചരിത്രമാണ്. MD വാസുദേവൻ നായർ എഴുതി വെച്ചതല്ല, ലോഹിതദാസ് ലോകത്തോട് പറയുന്നതല്ല, തിരക്കഥയല്ല, ചെറുകഥയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം ഞെട്ടിപ്പരിച്ചു പോയ മുത്തുനബിയുടെ ചരിത്രമാണ്. ആ വൃക്ഷമതാ അവിടെ വേരുകൾ കാലുപോലെ ഊന്നി ഊന്നി നബിതങ്ങളുടെ മുമ്പിൽ വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജൂതനാര മനുഷ്യനും പറഞ്ഞു പോയെന്ന ചരിത്രം പറയുന്നു. മൂന്നാമതോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നു പോകുമ്പോ അതാ ഒരു യജമാനന്റെ ഉപദ്രവം കൊണ്ട് തളർന്നു പോയ ഒട്ടകം, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എന്നെ സഹായിക്കണം നബിയേ, എന്റെ യജമാനൻ എന്നെ ഉപദ്രവമാണ്. ഇത് നബി തങ്ങളോട് പരാതി പറയുന്നു. നബി ആ ഒട്ടകത്തിന്റെ മുതലാളിയെ ശകാരിക്കുന്നു, നേരെയാക്കുന്നു. ഇത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടിത്തരിച്ചു പോയെന്ന് മഹാൻ വ്യക്തമാക്കുന്നു. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചം സ്നേഹിച്ചതിന്റെ ഉദാഹരണമാണെങ്കിൽ